എല്ലാ ഫെബ്രുവരിയിലും ലോകം പ്രണയദിനം ആഘോഷിക്കുന്നു. എന്നാൽ ആ ദിനത്തിന് തൻ്റെ പേര് നൽകിയ വ്യക്തിയെ അധികമാരും ഓർക്കാറില്ല. അറിയാം, സ്നേഹത്തിൻ്റെയും യുവജനങ്ങളുടെയും നല്ല വിവാഹങ്ങളുടെയും മധ്യസ്ഥനായ വിശുദ്ധ വാലന്റൈനെക്കുറിച്ച്. പുരാതന റോമിൽ ക്ലോഡിയൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് സൈനികർ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചിരുന്നു. സ്നേഹമെന്നത് യുദ്ധത്തിനൊരു തടസ്സമായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. വിശ്വാസം ഒരു ഭീഷണിയായും കരുതപ്പെട്ടു. ഈ മതപീഡന കാലത്ത് വിശുദ്ധ മാരിസിനോടൊപ്പം രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു വാലന്റൈൻ. അദ്ദേഹം രഹസ്യമായി പരസ്പരം സ്നേഹിക്കുന്ന യുവാക്കളെയും യുവതികളെയും രഹസ്യമായി തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി അവരെ വിവാഹമെന്ന കൂദാശ വഴി ഒന്നാക്കുകയും ചെയ്തു. ഒടുവിൽ ചക്രവർത്തി ഇത് കണ്ടുപിടിച്ചു. വാലന്റൈൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിശുദ്ധനെ വധിക്കുന്നതിന് പകരം റോമൻ വിഗ്രഹാരാധനയോ സമ്പ്രദായത്തിലേക്ക് വിശുദ്ധനെ പരിവർത്തനം ചെയ്യുവാനാണ് ചക്രവർത്തി ശ്രമിച്ചത്. എന്നാൽ വിശുദ്ധ വാലന്റൈൻ ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ കുപിതനായ ചക്രവർത്തി വിശുദ്ധനെ വധിക്കാൻ ഉത്തരവിറക്കി. വിശുദ്ധൻ തടവറയിലായിരിക്കുമ്പോൾ തന്നെ കാരാഗൃഹ സൂക്ഷിപ്പുകാരനായ അസോരിയോസും അദ്ദേഹത്തിൻ്റെ അന്ധയായ മകളും അദ്ദേഹത്തോട് അനുകമ്പ കാണിച്ചിരുന്നു. തൻ്റെ കാരാഗൃഹവാസത്തിൻ്റെ അവസാനത്തോടെ വിശുദ്ധൻ അവരെ രണ്ടുപേരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു. കൂടാതെ അദ്ദേഹം അവൾക്കായി പ്രാർത്ഥിച്ചു. അവൾക്ക് കാഴ്ച ലഭിച്ചു. തടവറയ്ക്കുള്ളിലും സ്നേഹത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. തൻ്റെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പായി വാലന്റൈൻ അവൾക്കൊരു കത്തെഴുതി. ലളിതവും ഹൃദയസ്പർശിയുമായ വരികൾ. നിന്റെ വാലന്റൈനിൽ നിന്ന്, ഫ്രം യുവർ വാലന്റൈൻ. കാലങ്ങളെ അതിജീവിച്ച് ഇന്നും പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണിത്. വിവാഹത്തിനും വിശ്വാസത്തിനും വേണ്ടി വാലന്റൈൻ മരിച്ചു. ഒരിക്കലും തോറ്റുപോകാത്ത സ്നേഹത്തിന് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി. AD 269 ഫെബ്രുവരി 14 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. യഥാർത്ഥ സ്നേഹം ത്യാഗമാണെന്നും യഥാർത്ഥ സ്നേഹം വിശ്വസ്തതയാണെന്നും അതിന് വലിയ വില നൽകേണ്ടി വന്നേക്കാം എന്നും വിശുദ്ധൻ പഠിപ്പിച്ചു. വിശുദ്ധ വാലന്റൈനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ വാലന്റൈനെ, സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം എന്താണോ ആ ആഗ്രഹം സമർപ്പിക്കാം. ഈ പ്രത്യേക നിയോഗം വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതിനായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഞങ്ങളുടെ ബന്ധങ്ങളെ വളർത്തണമേ. കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.